വെള്ളത്തിനടിയിൽ എന്താ ഒളിച്ചിരിക്കുന്നത് നമുക്ക് നമ്മുടെ മൈൻഡ് വെച്ച് തപ്പി നോക്കിയാലോ. ഇന്ന് വന്നിരിക്കുന്നത് പുതിയ സ്പോട്ടിലാണ്. അത്യാവശ്യം നല്ല ആഴമുള്ള പൊളിഞ്ഞു കിടക്കുന്ന ഒരു ബിൽഡിംഗ് ഉള്ള സ്പോട്ടിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഹെവി ഐറ്റം ഇവിടുന്ന് പ്രതീക്ഷിക്കാം. പ്രതീക്ഷകളാണല്ലോ എല്ലാം. അത്യാവശ്യം നല്ല ദൂരത്തോട്ട് കാശ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മൈൻഡിൽ ഐറ്റം പിടിക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് പതുക്കെ തിരിച്ചു വലിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അത്യാവശ്യം നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളമാണ്. നമുക്ക് നമ്മുടെ മാഗ്നറ്റ് അടി കിടക്കുന്നത് കാണാം. പകുതി വരെ വന്നപ്പോൾ നമ്മുടെ മാഗ്നറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ നല്ല ആഴം തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. ഇല്ലേ നമുക്ക് അവിടെ പോയിരുന്ന് കാശ് ചെയ്ത് നോക്കായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമ്മളെക്കകത്ത് വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുന്നത്. നമുക്ക് ഈ കാശിങ്ങിൽ കിട്ടിയൊരു വെറൈറ്റി ഐറ്റമാണ്. ഇത് കണ്ടിട്ട് എന്തായിട്ടെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇനി വല്ല ഷർട്ടിലൊക്കെ കുത്തി വെക്കുന്ന വല്ല നെയിം ബോർഡോ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റമാണ് നടത്തില്ല. എന്തായാലും ഇത് എഴുതിയേക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി പണ്ട് കാലത്തെ വല്ല രാജാക്കന്മാരോ ഭടന്മാരോ വല്ലതും ഉപയോഗിച്ചിരുന്ന അവരുടെ നെയിം ബോർഡുകളാണോ എന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഒരു വെറൈറ്റി ഐറ്റം, അത്യാവശ്യം നല്ല വഴക്കമുള്ള ഐറ്റം നമുക്ക് ഇവിടുന്ന് കിട്ടി. പിന്നെ നമുക്ക് സൈഡ് മാറ്റി കാശ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും വെറൈറ്റി ഐറ്റം ഇനി നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അത്യാവശ്യം നല്ല ആഴമുണ്ട് ഇപ്പുറത്തെ സൈഡിൽ. അപ്പുറത്തെ സൈഡിൽ ആഴം കുറവായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാൻ ഇച്ചിരി ടാസ്ക്കാണ്. അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് നോക്കിയെന്നില്ലേ നമ്മൾ വെള്ളത്തിൽ പോകും. നീന്താറില്ലാത്തതുകൊണ്ട് പണി കിട്ടും. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ചും കണ്ടു നിന്ന് വേണം മാനിട്ട് കാസ്റ്റ് ചെയ്യാനായിട്ട്. നമുക്ക് എന്തെങ്കിലും ഹെവി ഐറ്റം ഇവിടുത്തെ പ്രതീക്ഷിക്കാം. ഇവിടെ ഫുള്ള് ചപ്പായതുകൊണ്ട് നോക്കി വലിച്ചില്ലേ നമ്മുടെ ഐറ്റം മിസ്സാവും. അപ്പോൾ നമുക്ക് ഈ കാശിങ്ങിൽ കിട്ടിയൊരു വെറൈറ്റി ഐറ്റം എന്നൊന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല വഴക്കമുള്ളൊരു ബ്ലേഡാണ്. കണ്ടിട്ട് അത്യാവശ്യം പഴക്കമുണ്ട്. നിറയെ തുരുമ്പുകളും കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊന്നും ആരും വെള്ളത്തിൽ ഉപേക്ഷിക്കില്ലേ. ഒരുപാട് പേര് ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നതായിരിക്കും കുളിക്കാനും അതിനും ഇതിനൊക്കെ ആയിട്ട്. അപ്പോൾ മൃഗങ്ങളും പോത്തുകളൊക്കെ ഇറങ്ങുന്ന ഒരു സ്പോട്ടാണിത്. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റങ്ങളൊന്നും ആരും വെള്ളത്തിൽ ഉപേക്ഷിക്കില്ലേ. ഇറങ്ങുന്ന സമയത്ത് നമുക്ക് തന്നെ പണി കിട്ടും. എന്തിനാണ് ബാക്കിയുള്ളവരെ കൂടി ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല ദൂരത്തോട്ട് നമ്മൾ പിന്നെ സ്പോട്ട് മാറ്റി കാസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഹെവി ആയിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടിയാലോ. അധികം ആളുകളൊന്നും വരത്തില്ലാത്തതൊന്നും, ചുറ്റും കാടുകളാണ്. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം. പതുക്കെ വലിച്ചില്ലേ നമ്മുടെ ഐറ്റം മിസ്സാവും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പതുക്കെ വലിക്കുന്നത്. എന്തൊക്കെയോ വെയിറ്റ് നമ്മുടെ മൈൻഡിൽ ഫീൽ ആവുന്നുണ്ട്. എന്തെങ്കിലും ഹെവി ഐറ്റം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ കാശിങ്ങിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് കരുതിയിരിക്കുമ്പോഴാണ് കുറേ പൊടികൾ. എന്തിൻ്റെ പൊടികളാണെന്ന് അറിയത്തില്ല. എന്തോ ഐറ്റം ഈ വെള്ളത്തിനടിയിൽ ഒളിച്ചു കിടപ്പുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല പഴക്കമുള്ള തുരുമ്പിച്ച് ദ്രവിച്ച് തീരാറ് ഐറ്റത്തിൻ്റെ പൊടിയാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് എന്തോ ഹെവി ഐറ്റം ഈ വെള്ളത്തിനടിയിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ പൊടികളാണ് നമുക്ക് കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിനി അതിനുവേണ്ടി പരിശ്രമിക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത സ്പോട്ടിൽ കാണാം.